ഹായ് ഗൈസ്, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് 4 ദിവസം ഓഫ് ഉള്ളതുകൊണ്ടും റൈനെയർ 75 യൂറോയ്ക്ക് ടിക്കറ്റ് തന്നതുകൊണ്ടും മൊറോക്കോ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. മറാക്കിഷിലുള്ള ഓൾഡ് സിറ്റീനെ മെഡീന എന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ളിലേക്ക് കാറൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ നടന്നു വരണം. ദൈവമേ കുടുങ്ങിലോ. ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി അവസാനിച്ചു. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ കണ്ട ഹോട്ടൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതിപ്പോൾ ചുമന്ന കുറേ കെട്ടിടങ്ങൾ മാത്രം. നോക്കട്ടെ. അങ്ങനെ ഒരു വിധത്തിൽ അക്കോമഡേഷൻ കണ്ടുപിടിച്ചു. തുറന്ന് അകത്ത് പോയി നോക്കിയിട്ട് വരാം. 17-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച വീടുകളെ റിയാദ് എന്നാണ് അറിയപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ പുറത്തെ വഴിയൊക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് നോക്കിക്കേ, എന്ത് രസമാണെന്നറിയോ. ഇതാണ് റൂം. 2 പേർക്ക് 4 ദിവസത്തേക്ക് 400 യൂറോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിറങ്ങി വഴിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. ദൈവമേ, ഇനി റൂം കുളമായിരിക്കുമോ എങ്ങനെയാണ് എന്നൊക്കെ ഓർത്തിട്ട് കുറേ ടെൻഷൻ അടിച്ചു. കാര്യം ഞാൻ മാത്രമല്ല, നീനും ഉണ്ട്. ഞങ്ങൾ വർഷത്തിലൊരിക്കൽ എപ്പോഴും ട്രിപ്പ് പോകുന്നതാണ്. അപ്പം നെഗറ്റീവായി പോകുമെന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ റൂം കണ്ടു കഴിഞ്ഞപ്പോൾ അടിപൊളി, നല്ല ലൊക്കേഷൻ, നല്ല വൈബ്. ഈ റിയാദിൽ നമുക്ക് ഹമാം നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. എപ്പോൾ ചോദിച്ചാലും ഇവർ നമുക്ക് ഇവിടുത്തെ ചായ തരും. നല്ല ആൾക്കാരാണ്. നമ്മളിപ്പോൾ വഴിയിലൊക്കെ കുടുങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ലൊക്കേഷനിൽ ഇവർ വന്ന് നമ്മളെ വിളിച്ചിട്ട് വരും. എന്തായാലും അക്കോമഡേഷൻ അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെൻ യൂസഫ് മദ്രസയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല, ഞാനും നീനും കൂടിയാണ് ഈ ട്രിപ്പ് വന്നത്. പതിനഞ്ചാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ച് മതം പഠിച്ചിരുന്നു. അവർക്കുള്ള റൂമുകളാണ് ഈ ചുറ്റും കാണുന്നതെല്ലാം. ഈ താഴെ ഫ്ലോറിലാണ് ആൾക്കാർ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയാണ് വലിയ വലിയ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത്. ദേവദാരു മരം ഇല്ലേ, ആ മരത്തിൻ്റെ തടിയാണ് ഈ യൂസ് ചെയ്തേക്കുന്നത് കൂടുതലും.
ഇതിൻ്റെ എൻട്രി ഫീ ഒരാൾക്ക് 5 യൂറോയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മറാക്കിഷ് മ്യൂസിയത്തിലേക്ക് പോയി കേട്ടോ. നല്ല രസമുണ്ടായി അവിടെ കാണാൻ. നീനു നീനു ഇവിടുത്തെ പഴയ വീട് ഇവർ മ്യൂസിയമാക്കി മാറ്റിയതാണിത്. വരുവാണേ. അറബിക് ലാംഗ്വേജിൽ നമ്മുടെ പേരെഴുതി അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് ഇവിടെ തരും. ഇതിനെ കാലിഗ്രഫി എന്നാണ് പറയുന്നത്. മറാക്കിഷ് മ്യൂസിയത്തിലേക്കുള്ള എൻട്രി ഫീ 5 യൂറോയും ഈ കാലിഗ്രഫി ചെയ്ത് കിട്ടാനായിട്ട് 2 യൂറോയുമാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ടീ മ്യൂസിയം കണ്ടു. ഇവിടെ ആണെങ്കിൽ 12 വെറൈറ്റീസ് ഓഫ് മൊറോക്കൻ ടീ. എന്തായാലും ഒരു ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് ചായയൊക്കെ കുടിച്ചു. ഇവിടെ എല്ലാം അടുത്തടുത്താണ്, എല്ലാം നടന്ന് കാണാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് സൂക്ക്. ഇവിടുന്ന് ഒരു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ സൂക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുടിച്ചത് ഒരു മൊറോക്കൻ മിൻറ്റ് ടീ ആണ് കേട്ടോ. പിന്നെ ഒരു ഓറിയൻ്റൽ. അങ്ങോട്ട് പോലെ മാർക്കേ. Yeah, bro. This the hinge. Okay? Just like this. This one. This two. Okay? This key. This is this. Not this. This no, look. Ah. Not Okay, close. okay, This, yes. After close. okay, After 2 pieces, okay, on bar. Same like this. okay, okay. 1, 2, 3, 4, fix. 1, 2, 3, 4, fix. This, no fix. Same like this. Same like this key. Okay, yeah, Look, close. Same like this. The key. For 2 corner. Okay. Same like this. okay, Yeah. yeah, This. Key. Same like this. okay, Small box. yeah. Good. ഇവിടെ ഉണ്ടല്ലോ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിക്കേണ്ട പോലും ആവശ്യമില്ല. ഇവർ പിടിച്ചു നിർത്തിയിട്ടോ വീഡിയോ എടുത്തോ, ഏത് നിങ്ങൾക്ക് പിന്നീട് ഓർത്തിരിക്കാനൊക്കെ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തി വീഡിയോ എടുപ്പിച്ചിട്ടാണ് ഓരോ കടയിൽ നിന്നും വരുന്നത്. നമ്മൾ സാധനം വാങ്ങിച്ചാലും ഇല്ലെങ്കിലും ഒന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. ചോദിക്കണേ, നമുക്ക് കാർഡ് വെച്ചിട്ട് പേ ചെയ്യാൻ പറ്റുമോ?
അങ്ങനെ സൂക്സൊക്കെ കണ്ട് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ജമാ അൽഫന എത്തി. ഇതിവിടുത്തെ വലിയ മാർക്കറ്റാണ്. വെയിൽ കണ്ടോ, വെയിൽ സഹിക്കാൻ വയ്യ, അത്രയ്ക്ക് ചൂടാണ്. മറാക്കിഷ് സൂക്സിലാണുള്ളത്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനിയും തിരിച്ചു വരും. എൻ്റെ തീർന്നു പോയി. ചിയേഴ്സ്. നാട്ടിൽ എനിക്ക് ബാംഗ്ലൂർ എന്ന് പറയുന്നുണ്ട്. മറ്റേ ജയന ഇപ്പോൾ ഉണ്ടോ കയ്യിൽ? ഇപ്പം കയ്യിലില്ല, പറഞ്ഞായിരുന്നു ഞാൻ എടുത്തിട്ട് വന്നേനെ. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നല്ല അടിപൊളി സൺസെറ്റൊക്കെ കണ്ട് പിന്നെയും ജമാ അൽഫിനയിലേക്ക് തന്നെ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡിൻ്റെ പേരാണ് തജീൻ. വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ മാർക്കറ്റൊക്കെ ഒന്ന് നടന്ന് കാണാൻ പോവാം. ഇതൊക്കെ കായ്ക്കുമായിരിക്കും ഇവിടെ. ചൂടുണ്ടല്ലേ? ഇവിടെ മിക്കവരും ബോളിവുഡ് ഫാൻസാണ്. നമ്മളെ കാണുമ്പോൾ തന്നെ ഓടി വന്ന് സംസാരിക്കും, കുറേ കാര്യങ്ങളൊക്കെ ഇന്ത്യയെക്കുറിച്ച് ചോദിക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് കഴിഞ്ഞു.